അപ്പോൾ ഇന്നത്തെ യാത്ര നാട്ടിലേക്കാണ് ട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ തീരുമാനം എടുത്തതാണ്. അപ്പോൾ 27-ാം രാവ് നേരെ പോവുകയാണ്. പെട്ടെന്നാണ് തീരുമാനം എടുത്തത്. അപ്പോൾ നേരെ ദേ പെട്ടിയൊക്കെ എടുത്ത് നേരെ പോവുകയാണ്. അപ്പോൾ ഭയങ്കര ടൈം കുറവാണ്. 6:10 മിനിറ്റുകളും 7:50-ന് ഫ്ലൈറ്റാണ്. അപ്പോൾ നിസ്സാര ടൈമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് എത്തണമെന്നുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ നോമ്പ് അവിടെ വെച്ച് തുറക്കാമെന്നുള്ളൊരു പ്ലാനാണ്. നമ്മൾ 6:15 ആയപ്പോൾ എയർപോർട്ടിലെത്തി. അപ്പോൾ ഇത്തവണത്തെ പോകുന്നത് ഫ്ലൈ ദുബൈക്കാണ് പോകുന്നത്. അത് ബിസിനസ് ക്ലാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് പോകുന്നത്. കാര്യം പെട്ടെന്നായതുകൊണ്ടിട്ട് എല്ലാം ടിക്കറ്റ് ഭയങ്കര ഹൈസൊക്കെ വന്നത്. അവരോട് യാത്ര പറഞ്ഞ് ഞാൻ അകത്ത് കയറി. പെട്ടെന്ന് തന്നെ ഇവർ 5 മിനിറ്റ് 8 മിനിറ്റ് കൊണ്ട് എല്ലാം തീർന്നേ നോക്കിക്കണ്ടേ. 8-10 മിനിറ്റ് കൊണ്ടിട്ട് എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ലോഞ്ചിലെത്തി ഞാൻ ആ ടൈം കൊണ്ടിട്ട് തന്നെ. അത് വെച്ച് ഭയങ്കര ഫാസ്റ്റ്. അതെ 6:35-ന് ഞാൻ ലോഞ്ചിലിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നോമ്പ് തുറക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നോമ്പ് തുറക്കുകയാണ് 6:35-ന്. ഈ ഇത്രയും ടൈം കൊണ്ടിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് എൻട്രി കിട്ടുന്നത്. കാര്യം ഇത്ര ഫാസ്റ്റായിട്ട്. അതിനുശേഷം അവരുടെ തന്നെ ബസ് ലോഞ്ചിൽ തന്നെ നേരെ നമുക്ക് അവരുടെ തന്നെ ബസ് വരും. ബസ് വന്നിട്ട് നേരെ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുവരും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലൈ ദുബൈക്ക് പോകുന്നത് തന്നെ. ബിസിനസ് ക്ലാസ് ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഒറ്റ ആൾക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഒരാൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബെഡ് പോലെ ഈ സീറ്റ് ആവും. നമ്മളിത് കണ്ടിരിക്കുന്നത് ബെഡ് പോലെ ഈ സീറ്റ് ആവും. അതിൻ്റെ അടിയിലേക്ക് ഇതുപോലത്തെ ഒരു സംഭവമാണ്. നേരെ കാല് വെക്കുക. ആ സീറ്റ് നേരെ അടിയിലേക്ക് പോകും. നമുക്ക് നാളെ കാല് നിവർത്തി അങ്ങനെ കിടക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആകെ 8 സീറ്റേ ഉള്ളൂ ബിസിനസ് ക്ലാസ്സിന്. അപ്പോൾ നല്ലൊരു ഇതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്ലൈറ്റിൽ പോകുന്നത്. അത്യാവശ്യം നല്ല ഒരു ഫ്ലൈറ്റ് തന്നെയായിരുന്നു. ഇത് നേരെ കൊച്ചിയിലേക്ക് എത്താൻ പോണേന് അതിനുള്ളിൽ ഞാനൊന്ന് കിടക്കണം. ആ ഒരു രീതിയാണ്. ഒരു ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഫുഡ് ഇതാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവർ ആദ്യം തന്നെ മെനു തന്നായിരുന്നു. അപ്പോൾ എന്തായാലും നേരെ കൊച്ചിയിലേക്ക് എത്താൻ പോകണം. കുറച്ച് നേരം കിടക്കണമെന്ന് പറഞ്ഞ് തലം ബലയും കിടന്ന് നോക്കി ഉറങ്ങുന്നില്ല. നേരെ കിടന്ന് നോക്കിയിട്ട് ഉറക്കം വരുന്നില്ല. 2 ദിവസം തൊട്ട് നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ ഇന്ന് നാട്ടിൽ 27-ാം രാവുമാണ്. ആ ഒരു ഇതാണ്. അപ്പോൾ നേരെ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. കൊച്ചിയിലെത്തിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇവിടെയും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റി. അപ്പോൾ നേരെ 1:30-ക്ക് കൊച്ചിയിലെത്തി. നാട്ടിലുള്ള 1:30 ടൈമിന് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. 1:30-ക്ക് കൊച്ചിയിലെത്തി. നമ്മുടെ ഡ്രൈവർ നമ്മുടെ സുഹൃത്തുമാണ് കേട്ടോ. അവൻ വന്നിട്ട് നമ്മുടെ വണ്ടി എടുത്ത് നേരെ പോവുകയാണ്. വണ്ടി ഇപ്പോൾ ആലുവയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 1:45 1:30-ക്ക് ഇറങ്ങി 15 മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ് എല്ലാം കഴിഞ്ഞിട്ട് ആലുവയിലെത്തി. വീട്ടിലെത്താനായിട്ട് ചെറിയൊരു എല്ലാം കൂടി ഒരു 1 മണിക്കൂറേ വേണ്ടി വന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ എല്ലാം കൂടി 1 മണിക്കൂർ. 2:30 ആയപ്പോൾ വീട്ടിലെത്തി ഞാൻ ആദ്യം പോയത് നമ്മളുടെ വണ്ടിയൊക്കെ കണ്ടീഷൻ നോക്കാനായിട്ടാണ്. എങ്ങനെയുണ്ട്, കുറേ 40 ദിവസമായി പോയിട്ട് വണ്ടിയൊക്കെ കിടക്കണത്. വീട്ടിലെ സൗണ്ട് കേട്ടപ്പോൾ ഇവരൊക്കെ എണീറ്റ് വന്നിരിക്കുകയാണ്. ഇവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു തോന്നുന്നു. അവർ വന്ന് പെട്ടിയൊക്കെ ഇവിടെ വെച്ച്. അപ്പോൾ ഇന്ന് ഇത്തവണ 3 ലഗേജ് വന്നിട്ടുണ്ട്. കാര്യം അതിൻ്റെ അകത്ത് കുറേ സാധനം ഉണ്ട്. എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ മോനൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. അവനൊരു കാറ് ബെഡാണ് ഉള്ളത്. ആ മോളും മോനൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അവരൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ കഞ്ഞി കുടിക്കാനായിരുന്നു. വാപ്പിച്ച് വന്നിരുന്ന്. അപ്പോൾ കഞ്ഞി കുടിക്കാനായിട്ട് കഞ്ഞി എടുക്കാൻ പറഞ്ഞു. എനിക്ക് ഇച്ചിരി കഞ്ഞി വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ കഞ്ഞി എടുത്ത് ഒരു മീൻകറിയുമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യം മീൻകറിയൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി എടുക്കാണ്ട് നല്ല ടേസ്റ്റായിരുന്നു. അതിനുശേഷം എന്തായാലും ഈ ഒരു പെട്ടിയുടെ വീഡിയോ ഞാൻ ഇടാം, എന്താണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന്. ഓക്കെ.